ഹായ് ഗായ്സ്, ഞാൻ ഇന്നിവിടെ ബസ്മതി റൈസിൻ്റെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലാണ് നമുക്ക് ഇനി വീഡിയോസുകളൊക്കെ ഇടാൻ തോന്നുക. അപ്പോൾ അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിപ്പോൾ ഇവിടെ ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് 3 വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത്. 3 വലിയ സബോള അരിഞ്ഞ് സബോള വേഗം വാടിക്കിട്ടാൻ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടില്ല, ക്രഷ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് സബോള വഴറ്റിയെടുക്കാം. സബോള വഴന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. പുളിയുള്ള തക്കാളി തന്നെ എടുക്കണം. അപ്പോൾ വേഗം വഴന്ന് കിട്ടും പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല. ഞാൻ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ അതൊക്കെ പച്ചമണം മാറണ വരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഞാൻ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് റൈസിനൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടും നമുക്ക്. അപ്പോൾ അത് നമ്മൾ ആ ഒരു വെള്ളം വറ്റണ വരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കണം. വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ആ വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ, സ്റ്റോക്ക്, ആ സ്റ്റോക്ക് വാട്ടറും കൂടി നമ്മൾ ഈ ബീഫിലേക്ക് കുറച്ചുകൂടിയിട്ട് വെള്ളം വറ്റി വരുന്ന വരെ ആക്കിയെടുക്കുക. പിന്നെ വേവിച്ച് വെച്ച ചോറും കൂടി നമ്മൾ ഇതിടുക. ഞാൻ ബസ്മതി റൈസാണ്, ഞാൻ 3 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ ഞാൻ വലിയ സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് തട്ടിക്കൂട്ടിയിട്ടൊരു ബിരിയാണി ആക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ടാറ്റ.